നമുക്കിന്ന് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പെപ്പറോണി പിസ്സ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. ആർക്ക് വേണേലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്ര സിമ്പിളാണ് പിസ്സ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുക്കുവാണ്. അതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി ആ ഈസ്റ്റിനെയൊക്കെ ആ വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഞാൻ ഓവനിൽ വെക്കുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒരു 100 ഡിഗ്രിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഓവനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ആ ഈസ്റ്റ് വെള്ളം പുറത്തോട്ട് എടുത്തേ. എന്നിട്ട് ഞാൻ അതിനകത്തേട്ട് ഒരു 1.5 കപ്പ് നമ്മൾ വെള്ളം എടുത്ത അതേ സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് ബ്രെഡ് ഫ്ലോർ എടുത്തേ. എന്നിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടി. എന്നിട്ട് ഞാൻ കയ്യിലൊരു ഇച്ചിരി വെജിറ്റബിൾ ഓയിലും കൂടെ ഒന്ന് പുരട്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുവാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. ഒരുപാട് നേരം നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിട്ടിരിക്കും നമ്മുടെ പിസ്സ ബ്രെഡ്. ഇനിയിപ്പോൾ ഞാൻ കുഴച്ച് കഴിഞ്ഞു. അതിൻ്റെ മീതെ കുറച്ച് ഓയിലും കൂടെ പുരട്ടിയിട്ട് നമുക്ക് മൂടി ഓവനിലേക്ക് വെക്കാം. ഓവൻ ഓഫാണ്. ഒരു 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഡബിൾ സൈസായി. ഇനി നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകുന്ന ട്രേ ഞാൻ ഏറ്റവും മേളിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയാണ്. എന്നാലാണ് നമ്മുടെ പിസ്സയുടെ അടിവശമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ 250 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. ഒരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് നമ്മുടെ പിസ്സ ബ്രെഡൊക്കെ റെഡിയാക്കി എടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്ലോർ കയ്യിലൊന്ന് പുരട്ടിയിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് കുഴയ്ക്കുവാണ്. നമ്മൾ ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല. അത് ഹാർഡായി പോവും. ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത് ഒരു ഫോയിൽ പേപ്പറിലാണ്. അത് ഞാൻ എടുത്ത് വെച്ചു. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് മാവ് ഒന്ന് ഇട്ട് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ മാവ് എടുത്ത് വെച്ച് നമുക്ക് പയ്യെ ഒന്ന് പരത്തി കൊടുക്കാവേ. നമുക്ക് എത്ര സൈസിൽ വേണം, എത്ര കട്ടിയിൽ വേണം ബ്രെഡ് എന്നുള്ള അതിനനുസരിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് പരത്താവുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും പിസ്സ മാവ് പരത്തേണ്ടത് സെൻറ്ററിൽ നിന്നാണ്. സെൻറ്ററിൽ നിന്ന് തുടങ്ങി സൈഡിലോട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് എങ്ങനെ വേണേലും പരത്തിയെടുക്കാം. ചിലർക്ക് ചപ്പാത്തി റോളർ കൊണ്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സൈസിൽ നമ്മൾ ഇപ്പോൾ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ലാർജായിട്ടാണ് ഞാൻ പരത്തുന്നത്. ഇപ്പോൾ നമ്മുടെ ഏകദേശം പിസ്സ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2.5 ടീസ്പൂൺ പിസ്സ സോസ് ഒഴിച്ച് കൊടുക്കാവേ. ഇത് ഗാർലിക്കും ടൊമാറ്റോയും കൂടി ഉള്ള ഒരു പേസ്റ്റാണ്. ഇതിനകത്ത് തന്നെ ഒറിഗാനോയും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒറിഗാനോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പിസ്സ സോസിൽ ഒറിഗാനോ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ നമ്മുടെ പെപ്പറോണിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഒറിഗാനോയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സോസ് എല്ലായിടത്തും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ നമ്മുടെ പെപ്പറോണിയും ചീസും ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുവാണ്. ഞാൻ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അത് ഫ്രീസറിലേക്ക് വെച്ചു. കാരണം നമ്മുടെ ചീസിന് അധികം കട്ടിയില്ല. അപ്പോൾ നമ്മൾ കട്ടിയില്ലാത്ത ചീസ് ഇട്ടാൽ നമ്മൾ ബ്രെഡ് വേകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചീസ് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അധികം പെട്ടെന്ന് അങ്ങോട്ട് ചീസ് കരിയത്തില്ല. അല്ലെങ്കിൽ നമുക്ക് മൊസാരല ചീസാണ് ഏറ്റവും ബെസ്റ്റ് പിസ്സ ഉണ്ടാക്കാൻ. മൊസാരലയുടെ വലിയ പീസ് വാങ്ങിയിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതങ്ങോട്ട് കരിഞ്ഞു പോകാണ്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ പോയ കടയിൽ അങ്ങനത്തെ വലിയ പീസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതെടുത്തതാണ്. എന്നാലും ഞാൻ കുറച്ച് കട്ടിയിൽ മുറിച്ചിടുന്നുണ്ട്. ചീസ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എനിക്ക് ചീസും പെപ്പറോണിയും കൂടി ഒരുമിച്ചുള്ളൊരു പാക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയത്. നമുക്കിത് ഒരു 250 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഓവനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മുടെ ട്രേയും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് പിസ്സ മാറ്റാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ നമുക്ക് കാണാം ബ്രെഡൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. സൈഡിലിങ്ങനെ
ചീസൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന പോലെ കാണാം. നമുക്കിനി ഇത് പുറത്തോട്ട് എടുക്കാവേ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പിസ്സ ബ്രെഡിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ച് സെർവ് ചെയ്യാവേ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ബ്രെഡൊക്കെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നോക്കിയാൽ കാണാൻ നല്ലപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ബ്രെഡൊക്കെ. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. പെട്ടെന്ന് തന്നെ നമ്മുടെ പിസ്സയൊക്കെ പെട്ടെന്ന് തീർന്നു ഈ പ്രാവശ്യം. അരമണിക്കൂർ പോലും ഇരുന്നില്ല. 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് തന്നെ തീർന്നു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.